السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ചിലരെങ്കിലും പറയാറുണ്ട്, ഞാൻ എത്ര ദുആ ചെയ്തിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഞാൻ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പറയപ്പെട്ട സമയങ്ങളിൽ, ദിവസങ്ങളിൽ പ്രത്യേകമായി എൻ്റെ വിഷമങ്ങളും പ്രയാസവും റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. പക്ഷേ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടാതെ പോകുന്നു. എന്താണതിന് കാരണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥനകൾ നാം നടത്തുമ്പോൾ അതിൻ്റെ മുമ്പ് നാം പാലിക്കേണ്ടുന്ന, പ്രാർത്ഥനകളിൽ നാം സ്വീകരിക്കേണ്ടുന്ന ധാരാളം അദബുകളുണ്ട്. അവകളെല്ലാം നാം പാലിച്ചുകൊണ്ടായിരിക്കണം അല്ലാഹുവിനോട് നാം ദുആയിരക്കേണ്ടത്. ഹംദ് കൊണ്ട് തുടങ്ങണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലണം. ഇരു കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി, പ്രാർത്ഥനയുടെ ഖിബലയാകുന്ന ആകാശത്തിലെ കരങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ മനസാന്നിധ്യത്തോടുകൂടെ നാം ദുആ ചെയ്യണം. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളായി പറയപ്പെട്ട ധാരാളം സമയങ്ങൾ, ദിവസങ്ങളൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച പകലൊരു സമയമുണ്ട്, നാം എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും ഉത്തരം കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ അവസാന സമയത്ത് നാം അല്ലാഹുവിന് മുമ്പിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച് നടത്തപ്പെടുന്ന പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ ഖത്മ തീർത്തതിന് ശേഷമുള്ള പ്രാർത്ഥന, ദാനധർമ്മങ്ങൾ നൽകിയതിനു ശേഷമുള്ള പ്രാർത്ഥന, ഇങ്ങനെ തുടങ്ങി നിരവധി അവസരങ്ങളുണ്ട്. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നു എങ്കിൽ അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ടാവാം. അതിൽപ്പെട്ട ഒരു കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ദക്കറ റജുല, ഒരാളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു. എന്താണ്? യുത്തീലു സഫർ, അദ്ദേഹം ധാരാളമായി യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. എന്തിനു വേണ്ടിയുള്ള യാത്ര? ഹജ്ജ് നിർവഹിക്കാൻ, ഉംറ നിർവഹിക്കാൻ, നാഫിയ ഉലൂമുകൾ പഠിക്കാൻ, അത് അന്വേഷിച്ചുകൊണ്ടൊക്കെയുള്ള യാത്രയാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ അസ്ഗർ അക്ബർ, അദ്ദേഹം യാത്ര കാരണം പലപ്പോഴും മുടി ചീവി നന്നാക്കാനൊക്കെ സമയം കിട്ടാത്തതുകൊണ്ടോ മറ്റോ അദ്ദേഹത്തിൻ്റെ മുടി ജടകുത്തിയിട്ടുണ്ട്, അതാകെ കെട്ടിക്കുടുങ്ങിയിട്ടുണ്ട്. അതുപോലത്തെ ശരീരത്തിലാകെ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ ആകെ ചളി പുരണ്ടിട്ടുണ്ട്. ഇങ്ങനെ ദീർഘമായി യാത്ര ചെയ്യുന്ന വ്യക്തി, യാത്ര എന്നുള്ളതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണമാണ്. യാത്ര ചെയ്യുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടതെന്താ? ഈ രൂപത്തിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടേണ്ടുന്ന വ്യക്തിയായിട്ട് പോലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോകുന്നു. കാരണം മുത്തുനബി തങ്ങൾ തന്നെ ഈ ഹദീസിൽ പറയുന്നുണ്ട്, മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അദ്ദേഹം ഭക്ഷിക്കുന്ന ഭക്ഷണം അത് ഹറാമായ ഭക്ഷണമാണ്, അദ്ദേഹം കുടിക്കുന്ന പാനീയങ്ങൾ അത് ഹറാമാണ്, ധരിച്ച വസ്ത്രം ഇത് ഹറാമിനാൽ വാങ്ങിയതാണ്. ഇങ്ങനെ ഹറാമുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ജീവിതമുള്ളത്. ഹറാമ് കൊണ്ട് സമ്പാദിച്ച വസ്തുക്കളെ, സമ്പത്ത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വസ്ത്രം വാങ്ങുന്നതൊക്കെ. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, ബിൽ ഹറാം, ഇയാൾ ഹറാമിനാൽ മൂടപ്പെട്ടിരിക്കുന്നു, സർവ്വസ്വം അയാളുടെ ഹറാമാണ്. അദ്ദേഹം മറ്റുള്ളവർക്ക് മോഷ്ടിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപഹരിച്ചിട്ടോ പിടിച്ചു പറിച്ചിട്ടേക്കുള്ള സമ്പത്ത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം അല്ലാഹുവിനോട് പറയുന്നുണ്ട്, ആകാശത്തിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കിട്ട് യാ റബ്ബി യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദുആ നടത്തുന്നത്. പക്ഷേ മുത്തുനബി പറയുന്നു, ഫഅന്നാ യുസ്തജാബു ലിദാലിക്, ഈ വ്യക്തിക്ക് എങ്ങനെ ഉത്തരം നൽകപ്പെടാനാണ്? സർവസ്വവും ഹറാമിനാൽ ചുറ്റപ്പെട്ട ഈ വ്യക്തിക്ക് ഒരിക്കലും ഉത്തരം നൽകപ്പെടുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഭക്ഷിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ധരിക്കുന്ന വസ്ത്രവും താമസിക്കുന്ന വീടും ഉപയോഗിക്കുന്ന വാഹനവും തുടങ്ങി നാമുമായി ബന്ധപ്പെട്ട എല്ലാം ഹറാമിൽ നിന്നും പൂർണ്ണമായും മുക്തമായി, പൂർണ്ണമായും ഹലാലായതായതിന് ശേഷം മാത്രമേ നാം അല്ലാഹുവിനോട് വല്ലതും ദുആ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. അല്ലാഹു നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. ആമീൻ. ഹലാൽ സമ്പാദിക്കാനും അതുകൊണ്ട് ജീവിതം നയിക്കാനൊക്കെ വലിയ തൗഫീഖും അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.